കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിൽ വരുന്നത്. ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സമയം. സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം മുരളി, നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമുക്കിപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-6 ആളുകൾ മതി. ഇതുപോലെ 10-15 സെൻറ്റ് സ്ഥലം ഇതിൻ്റെ ഈ ബൈപ്പാസ് ഉണ്ടല്ലോ, രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ബൈപ്പാസ് ഏരിയയിൽ ഈ പോക്കറ്റ് റോഡുകളുണ്ട്. ബലൂൺ ഡെവലപ്മെൻറ്റ് എന്ന് തന്നെ പറയാം. അതായത് ബലൂണിലിങ്ങനെ നമ്മുടെ ബലൂൺ ഇങ്ങനെ കോർത്ത മാതിരി ഈ പോക്കറ്റ് റോഡുകളിലായിരിക്കും എല്ലാ പ്രൊജക്ട്സുകളും വരിക. അവിടെ ലാൻഡ് കോസ്റ്റ് കുറച്ച് കുറയും ചെയ്യും. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പം ഒരു 10-15 സെൻറ്റ് ഭൂമി വാങ്ങുകയും ഈ ഏരിയയിൽ ഒരു ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പം ഏറ്റവും കൂടുതൽ വാടകയ്ക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കേസ് ഐ ടി പാർക്കിൻ്റെ ഒരു ഹ്യൂജ് ഡെവലപ്മെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് 1 BHK ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനത്തെ ഒരു പ്രൊജക്ട്സ് ഒക്കെ ചെറിയ ചെറിയ പ്രൊജക്ട്സുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാടക വരുമാനം നല്ലോണം കിട്ടും. തീർച്ചയായും നമ്മുടെ കസ്റ്റമേഴ്സിനോടൊക്കെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതും ഹ്യൂജ് ഡെവലപ്മെന്റ് വരുന്നുള്ളതൊന്നും അധികം പേർക്കും അറിയില്ല, ഒന്നും അറിയില്ല. അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കടമ കൂടി നമുക്കുണ്ട്.